നമസ്കാരം. ദ പാത്ത് ഇസ് ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം നിറയുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ പവർ ഓഫ് സജഷൻ്റെ പ്രാധാന്യം, സങ്കല്പശക്തിയുടെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ ജീവിതം തുടങ്ങേണ്ടത്, നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം തുടങ്ങേണ്ടത് കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മൾ തുടക്കം മുതലേ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഹയസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ഈശ്വരനുമായി, ഇന്നർ മാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിനാണ് ധ്യാനം. അതിനുശേഷം ആ ധ്യാനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ മെഡിറ്റേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സ് അവിടെ തന്നെ നിൽക്കണം, പുറത്തേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കണം. ഉപനിഷത്ത് എന്ന് പറയുന്നത് അതിനെയാണ്. അവിടെ നിന്നിട്ട് നമ്മൾ പെരുമാറാൻ പഠിക്കണം. അപ്പോൾ ചിന്തകളെ കണക്റ്റ് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എവിടെയെങ്കിലും നെഗറ്റീവ് ചിന്തകൾ, സ്വാർത്ഥ ചിന്തകൾ വരുന്നതിന് ഓൾവേസ് റീകണക്റ്റ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രാക്ടീസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ്, സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും നമ്മുടെ അഭിപ്രായം പറയാനുള്ള ഒരു ആവേശമുണ്ട്. എന്തൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ വലിയൊരു ആവേശമാണ്. ഇങ്ങനെയല്ല എൻ്റെ അഭിപ്രായം. മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കാനും കൂടി സമയമില്ല. ലിസണിങ് കപ്പാസിറ്റി വളരെ 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 കുറവ് തന്നെയാണ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. പലപ്പോഴും മറ്റുള്ളവർ നമ്മുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ അഭിപ്രായത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുമ്പോൾ ഞാനെന്താ പറയേണ്ടത്, അല്ലെങ്കിൽ വേറെ ആരെയും പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ ഡോമിനേഷൻ അവിടെ കാണിക്കുക, എനിക്കാണ് കൂടുതൽ അറിവുണ്ട് എന്നത് കാണിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ വീക്ഷണം വരുന്നു. ഒരേ കാര്യത്തിന് പല വീക്ഷണങ്ങളുണ്ട്. ഞാൻ അതിൽ ഒരു ഭാഗം മാത്രമാണ്. ഇത്രയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഇത്രയും വലിയൊരു കാര്യത്തിനിടയിൽ ഒരു ഭാഗം. ഇതെല്ലാം ഞാനുകളാണ്. അവിടെ ഇരിക്കുന്നത് ലോകം മുഴുവൻ ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കോൺട്രിബ്യൂഷൻ മാത്രമേ നമ്മുടെ സൈഡിൽ നിന്നുള്ളൂ.
അപ്പോൾ ഒരുപാട് തരത്തിൽ നിന്ന് അഭിപ്രായം കിട്ടുമ്പോൾ ശരിക്കും ഏകീകരിച്ചിട്ട് നമുക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ലിസണിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കേൾക്കാൻ പഠിക്കുക. നമ്മൾ ശരിക്കും ശാന്തമായിരുന്നുകൊണ്ട് റെസ്പോൺസിന് അതിന് ക്രേവ് ചെയ്യാതെ ഞാൻ ഉടനെ തന്നെ റിയാക്ട് ചെയ്യും, എന്തെങ്കിലും പറയും എന്നുള്ള ആ ചിന്ത വിട്ടുകൊണ്ട് സൈലൻ്റായിട്ട് കേൾക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന ആശയങ്ങൾ അത് രേഖപ്പെടുത്തി വയ്ക്കാം. എന്നിട്ട് അവസരം വരുമ്പോൾ സംസാരിക്കാം. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ മറ്റേ ഉടനെ തന്നെ എതിർക്കാൻ തുടങ്ങും. എന്തുകൊണ്ടത് ശരിയല്ല? അപ്പോൾ അവിടെയാണ് ഉദാഹരണങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് ഉദാഹരണങ്ങളാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് പകരം ഇങ്ങനെയാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫോക്കസ് ശരിയായിട്ട് ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടുക. ഞാനെന്നുള്ള ഭാവത്തുനിന്നും ഹയർ സ്റ്റേറ്റിലേക്ക് കണക്ട് ചെയ്യുക, മഹാന്മാർ പറഞ്ഞതിലേക്ക് തിരിച്ചുവിടുക. അപ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഈഗോയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുന്നു. ഞാൻ റിമെമ്പർ ചെയ്യുന്നു, എൻ്റെ മാസ്റ്റർ റിമെമ്പർ ചെയ്യുന്നു. എത്രയോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പരാമർശിച്ച് കഴിഞ്ഞു. ചാരുജി മഹാരാജ്, ബാബുജി മഹാരാജ്, ദാജി, ലാലാജി മഹാരാജ്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജി, യേശു ക്രിസ്തു, ജീസസ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ, എല്ലായിടത്തും നമുക്ക് എക്സാമ്പിൾസാണ് കോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ അവിടെ കോട്ട് ചെയ്യുമ്പോൾ എൻ്റെ അഹംഭാവമല്ല അവിടെ കാണിക്കുന്നത്, ഇങ്ങനെയാണ് അവർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് പറയണം. എൻ്റെ കറപ്ഷൻ ഇല്ലാതെ ഞാൻ പറയുമ്പോൾ എനിക്ക് ആ ഓർമ്മ വരുന്നു, ഞാൻ അല്ല ഈ അറിവിൻ്റെയൊക്കെ സ്രോതസ്. അപ്പോൾ എവിടെയെങ്കിലും ഞാൻ മിസ്കോട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത പ്രാവശ്യം ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിനെ വേറെ രീതിയിൽ അവതരിപ്പിക്കാം. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞത് എന്നുള്ളത് ഓർത്തിട്ട് അതേ സെൻറ്റൻസസ് പറയാൻ സാധിക്കുക എന്നുള്ള വലിയൊരു കഴിവാണ്. നമ്മൾ അറിയാതെ തന്നെ ഈഗോ വെടിഞ്ഞു പോകും. നമ്മളിന്ന് ഈഗോ ഇല്ലാണ്ടേ പോകും. അതുമാത്രമല്ല, കേൾക്കുന്നവൻ ശരിയായ ഡയറക്ഷനിൽ മനസ്സ് തിരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ബാബുജി മഹാരാജ് പറയുന്നത്, ഇങ്ങനെയാണ് ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്. താജി പറയും, ഇങ്ങനെയാണ് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉയരാനുള്ള ഏറ്റവും എളുപ്പ വഴി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉയരാനുള്ള സാധ്യത ശരിയായിട്ട് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളതിനൊക്കെ നമ്മൾ അറിയാതെ തന്നെ തടസ്സപ്പെടും. എവിടേക്കൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ റൂട്ട് മാപ്പ് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇടത്തോട്ട് തിരിയരുത്, വലത്തോട്ട് തിരിയരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യൂ, സ്ട്രെയിറ്റ്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത കാണിച്ചു തരുന്നതാണ് ഈ മഹത് വചനങ്ങൾ. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. എന്താണോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് സയത് പ്രമാണം കുരുതേ ലോകസ്തതിന് വർത്തതേ. അവർ ചെയ്യുന്ന പ്രമാണം, അവർ ചെയ്ത കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അവരുടെ മിസ്റ്റേക്സ് തീർച്ചയായിട്ടും അവിടെ ഉണ്ട്, ഗ്ലെയറിങ് ആയിട്ട്. അത് നമ്മൾ പറയണ്ട. എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, എന്തിനാ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്? ലോകത്തിൽ മിസ്റ്റേക്സ് ചെയ്യാത്തവരാരുമില്ല. അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ വീണ്ടും എൻ്റെ ഈഗോ ആണ്. അയാൾ അത്ര വിചാരിച്ചത്ര മഹാനൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്ത മഹാത്മാഗാന്ധി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. തെറ്റ് കണ്ടുപിടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ സീതാബിയ ബദനാം ഹുയി എന്നുള്ളൊരു പാട്ടുണ്ട്. കുച്ഛതോ ലോക കഹയെങ്കിൽ ലോകം കാ കാമുഹേ കെഹന എന്നുള്ളൊരു പാട്ടുണ്ട്. അമർ പ്രേം എന്നുള്ള സിനിമയിലാണ്, രാജേഷ് ഖന്ന അഭിനയിച്ച. അതിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ നമ്മൾ സീതാമാതാവ് എന്ന് പറയുന്ന സീതയെ അപകീർത്തിപ്പെടുത്തിയ ലോകമാണ്. അവർ ജീവിച്ച കാലത്ത് സീതാമാതാവിന് ഒരു സമാധാനം കൊടുത്തില്ല. ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തെറ്റുകളിൽ ഫോക്കസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഭഗവാൻ ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ച സ്ഥലമാണിത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ സെമന്തകമണി കട്ടു എന്ന് പറഞ്ഞിട്ട് അപകീർത്തിപ്പെടുത്തിയ സ്ഥലമാണിത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്തു സംഭവിക്കാം? ജീസസ് ക്രൈസ്റ്റ്, ഇത്രയും മഹാനായിട്ട് ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്ത ലോകമാണിത്.
അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. കാരണം എപ്പോഴും ആൾക്കാർ ഫോക്കസ് ചെയ്ത് പാസ്റ്റിലേക്കാണ്, തെറ്റുകളിലേക്കാണ്, നെഗറ്റിവിറ്റിയിലേക്ക്. അത് നമ്മൾ ആവർത്തിക്കരുത്. നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റി നിർത്തി, നമ്മുടെ മുൻവിധികളെ മാറ്റി നിർത്തിയിട്ട് യഥാർത്ഥ ദിശയിൽ നമ്മൾക്ക് തീരണമെന്നുണ്ടെങ്കിൽ നന്മയുടെ ആ സ്ട്രീമുണ്ട്, ലോകത്തിൽ നിന്നും തുടക്കത്തിൽ നിന്ന് ഒഴുകി വരുന്നൊരു സ്ട്രീമുണ്ട്, അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എപ്പോഴും നമ്മുടെ വാക്കുകളിൽ പോസിറ്റിവിറ്റിയും അതുപോലെ ഈഗോലെസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് കോൺവെർസേഷൻ. നമുക്ക് കൂടുതൽ ഇതേക്കുറിച്ചിട്ട് ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനോട് കണക്ട് ചെയ്ത് നമുക്ക് അടുത്ത സെഷൻസ് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.